അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരുന്ന സമയത്ത്, നമ്മുടെ മനസ്സിൽ അതിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന സമയത്ത് അവിടെ നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ യെസ് പറയുന്നതോടൊപ്പം തന്നെ നോ പറയാനും പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം LLBക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എന്നെ അച്ഛൻ പിടിച്ചുകൊണ്ടുപോയിട്ട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ചേർത്തു. മാജിക്കിൻ്റെ രംഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി, മാജിക് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, മാജിക് വേണ്ട, ഇവൻ മാജിക് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച അച്ഛൻ എന്നെ പിടിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് വിശ്വേശ്വരയ്യ കോളേജിൽ വക്കീൽ ഭാഗം പഠിക്കാൻ വേണ്ടി ചേർത്തു. ഞാൻ കഷ്ടപ്പെട്ട് 1 വർഷം അവിടെ നിന്നു. ആ സമയത്ത് താമസിച്ചിരുന്നത് കലാശിപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്തൊരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത്. ആ ഹോട്ടലിൽ മുഴുവൻ വിദ്യാർത്ഥികളാണ്. ഇപ്പം രാത്രി സമയങ്ങളിൽ തൊട്ടടുത്ത മുറിയിൽ ഇങ്ങനെ കുപ്പികൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കാം. വരാന്തയിലൂടെ നടക്കുന്ന സമയത്ത് കഞ്ചാവിൻ്റെ പുകയുടെ മണം കേൾക്കാം. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ നോക്കുന്ന സമയത്ത് ഏതൊക്കെ പയ്യന്മാർ, ഏതൊക്കെ പെൺകുട്ടികൾ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യം കാണാം. പക്ഷേ എൻ്റെ മക്കളെ, ഞാൻ മാജിക്കിനോടുള്ള പ്രണയമാവാം, അല്ലെങ്കിൽ ജീവിതത്തിൽ മാജിക്കിൻ്റെ രംഗത്ത് ഉയരണം എന്നുള്ള ലക്ഷ്യബോധം കൊണ്ടാവാം ഞാൻ ഇത്തരം കാര്യങ്ങളോടെല്ലാം നോ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി പറയാൻ പറ്റും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു തുള്ളി മദ്യം ഞാൻ തൊട്ടിട്ടില്ല, ഒരു സിഗരറ്റ് ഞാൻ വലിച്ചിട്ടില്ല, ഒരു ചീത്ത കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. അത് നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്.